നിലാക്കീറിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ സമ്പാദ്യമായി നിങ്ങൾ കരുതുന്നത് എന്താണ്? കുട്ടികൾക്ക് ആ ചോദ്യം പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ അധ്യാപകൻ അത് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. നമ്മുടെ ഭൂമി നശിക്കാൻ പോവുകയാണെന്ന് സങ്കല്പിക്കുക. 3 കാര്യങ്ങൾ മാത്രം എടുക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? കുട്ടികൾ പല ഉത്തരങ്ങൾ പറഞ്ഞു. ചിലർ ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞു, മറ്റു ചിലർ ചോക്ലേറ്റ്, വെള്ളം, ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു. മൊബൈലും പണവും ബൈബിളും അമ്മയും കൂട്ടുകാരുമെല്ലാം ആ ഉത്തരങ്ങളിലുണ്ടായിരുന്നു. ഈ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ ഉത്തരം എന്തായിരിക്കും? എൻ്റെ ജീവിതം ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ ഞാൻ കയ്യിലെടുക്കുന്നത് എന്തായിരിക്കും? ശരിയോ തെറ്റോ ആയ ഉത്തരമില്ല. പക്ഷേ ഞാൻ പറയുന്ന ഉത്തരം വെളിപ്പെടുത്തുന്നത് എൻ്റെ യഥാർത്ഥ നിക്ഷേപം എന്താണ് എന്നതാണ്. നിക്ഷേപം എന്നാൽ പണം, സ്വത്ത്, സ്വർണം തുടങ്ങിയവ മാത്രമല്ല. എന്തിനോടാണോ എൻ്റെ ഹൃദയം ഒട്ടിയിരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നത്, അതാണ് എൻ്റെ നിക്ഷേപം എന്ന് പറയാം. സുവിശേഷത്തിൽ യേശു പറയുന്നൊരു വചനമുണ്ട്, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയവും. എൻ്റെ പ്രയോറിറ്റി എന്താണ് എന്ന ചോദ്യമാണത്. സമ്പത്താണ് എൻ്റെ ആദ്യ പരിഗണനയെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും അതിനെക്കുറിച്ചായിരിക്കും. പ്രശസ്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആളുകളുടെ ശ്രദ്ധ ലഭിക്കാനിടയുള്ള വഴികളെക്കുറിച്ചാവും ചിന്ത. നമ്മുടെ നിക്ഷേപം എന്താണെന്ന് കണ്ടെത്താൻ ലളിതമായ ഒരു വഴിയുണ്ട്. ഞാൻ എന്തിനെക്കുറിച്ചാണ് കൂടുതൽ ആവേശത്തോടെ പറയാൻ ശ്രമിക്കാറുള്ളത്? എന്ത് നഷ്ടപ്പെടുമെന്നാണോ ഞാൻ ഭയക്കുന്നത്? അത് ഏതാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായിരിക്കും എൻ്റെ നിക്ഷേപം. അതിപ്പോൾ അധികാരം, രാഷ്ട്രീയം, ഭക്തി, പ്രണയം, അങ്ങനെ എന്തുമാകാം. പക്ഷേ വളരെ അപകടകരമായ ഒരു കാര്യമുണ്ട്. ചില മനുഷ്യർ തങ്ങളുടെ നിക്ഷേപമായി കരുതുന്നത് അവരുടെ പരാജയങ്ങളെയും വേദനകളെയും നഷ്ടങ്ങളെയും ഒക്കെയാണ്. വിശ്വസിച്ചയാൾ ചതിച്ചത്, ദുരുപയോഗം ചെയ്യപ്പെട്ടത്, പ്രണയനഷ്ടം, അപമാനിക്കപ്പെട്ട നിമിഷം, ഇതൊക്കെ വിലപിടിച്ച വസ്തു പോലെ സൂക്ഷിക്കുന്നവരുണ്ട്. അവർ എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളെക്കുറിച്ചായിരിക്കും. ഇത് അവർക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടല്ല, മറിച്ച് അവയെ വിട്ടുകളയാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഇങ്ങനെയായതിന് കാരണമുണ്ട് എന്ന ന്യായീകരണവുമായി അതിൽ നിന്നും ഒരിക്കലും പുറത്തു വരാതെ അവർ ദുഃഖത്തിലും വെറുപ്പിലുമൊക്കെ കൂടുകെട്ടി താമസിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് യേശുമൊഴി. നിക്ഷേപത്തെയാണ് ഹൃദയം എല്ലായ്പ്പോഴും പിന്തുടരുന്നത്. വേദനയാണ് എൻ്റെ നിക്ഷേപമെങ്കിൽ ഹൃദയം എപ്പോഴും വേദന അനുഭവിക്കും. പകയാണെങ്കിൽ ഹൃദയം എപ്പോഴും കോപത്താൽ കലുഷിതമായിരിക്കും. സമ്പത്താണെങ്കിൽ ഹൃദയം എപ്പോഴും അത് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കും. മനുഷ്യരുടെ അംഗീകാരമാണെങ്കിൽ ഹൃദയം എപ്പോഴും അസ്വസ്ഥമായിരിക്കും. അങ്ങനെ പലവിധമായ നിക്ഷേപങ്ങളുമായി ജീവിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മളൊക്കെയും സ്വർഗത്തിലെത്തണമെന്ന്, നിത്യജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ എൻ്റെ നിക്ഷേപങ്ങൾ എന്നെ സ്വർഗത്തിലേക്ക് എത്താൻ സഹായിക്കുമോ? മരണത്തിന് ശേഷം എൻ്റെ പണവും പ്രശസ്തിയും സൗന്ദര്യവും ലൗകിക നേട്ടങ്ങളും ഒന്നും കൂടെ വരില്ലല്ലോ. വേദനയും കോപവും പകയും കൂടെ വരില്ല, വരാനും പാടില്ല. തീർന്നു പോകുന്ന സ്വപ്നങ്ങളെ ഹൃദയം പിന്തുടർന്നാൽ നിത്യമായി ജീവിക്കാൻ നമുക്കാകില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിക്ഷേപം നമുക്ക് മാറ്റേണ്ടതില്ലേ? വെറുതെ ഒന്ന് സങ്കല്പിച്ചാലോ? മരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയെന്ന് കരുതുക. നീ എനിക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ദൈവം ചോദിച്ചാൽ എന്തായിരിക്കും എനിക്ക് പറയാനുണ്ടാവുക? പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയത്തെ നിന്നിലേക്ക് ഉയർത്തണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.